പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു നല്ല വാക്ക് ഒരു നല്ല വൃക്ഷം പോലെയാണ്. അതിൻ്റെ മുരട് വേരുകൾ ഭൂമിയിൽ ഉറച്ചു നിൽക്കുകയും അതിൻ്റെ ശാഖ ആകാശത്തേക്ക് പടർന്നു പന്തലിച്ച് നിൽക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലങ്ങൾ എല്ലാ സമയത്തും നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ മനുഷ്യർക്ക് ഇത് ഉറ്റാലോചിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമ വിവരിക്കുകയാണ്. സൂറത്ത് ഇബ്രാഹിമിൽ 24-ാമത്തെയും 25-ാമത്തെ ആയത്താണ് ഞാനിവിടെ പറഞ്ഞത്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ഉപമകൾ വിവരിക്കുന്നുണ്ട്. അത് മനുഷ്യർ ചിന്തിച്ച് ആലോചിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഒരു നല്ല വാക്ക് നല്ല വൃക്ഷം പോലെയാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞേക്കുന്നത്. ഒരു ഉദാഹരണമായിക്കൊണ്ട് 4-5 ആളുകൾ ഒരു യാത്ര പോകുകയാണ്. ഇവർ യാത്ര പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഇവർക്ക് അവിടെ തങ്ങേണ്ടി വന്നു. സ്വാഭാവികമായിട്ടും 4-5 ദിവസം അവർക്ക് അവിടെ താമസിക്കേണ്ടി വന്നു. അതിനുള്ള ഭക്ഷണങ്ങളൊക്കെ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. അതിലൊരാൾ ഇവർക്കിടെ കൊണ്ടുവന്ന വലിയ ഫലങ്ങളുണ്ട്. അതിൻ്റെ വിത്തുകൾ ശേഖരിച്ച ശേഷം അവിടെ ഒരു പറമ്പാണ്, വൃക്ഷങ്ങളൊന്നുമില്ല, തണലൊന്നുമില്ല. അദ്ദേഹം എന്ത് ചെയ്ത് ആ വിത്തുകൾ റോഡ് സൈഡിലായിട്ട് കുഴിച്ചിട്ടു. എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു. പിറ്റേ ദിവസം ഇദ്ദേഹം ഇത് തന്നെ ചെയ്തു. ഇത് കണ്ട് ഇവരുടെ കൂടെ ഉള്ളവർ ഇയാളെ കളിയാക്കി. തനിക്ക് എന്തെങ്കിലും ഭ്രാന്തുണ്ട്, എന്തിനാണ് ഇപ്പം അത് വിത്ത് മുളിച്ചിട്ട്, ഇതിലെ കൂടി ആര് വരാനാണ്, ഇവിടെ ഒരു മനുഷ്യർ വരില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇദ്ദേഹം അതൊന്നും കാര്യമാക്കാതെ പിറ്റേ ദിവസം ഇതിനെ പരിപാലിച്ച് വെള്ളം ഒഴിച്ചുകൊണ്ടേയിരുന്നു. ഇവർക്കിടെ നിരന്തരം കളിയാക്കലും ഉണ്ട്. പക്ഷെ ഇയാൾ ചിന്തിച്ചത് മറ്റൊരു കാര്യമാണ്, ഭാവിയിലോട്ടുള്ള കാര്യമാണ്. നാളെ ഞാൻ വിട്ട വിത്ത് മുളച്ച് വളർന്ന് പന്തലിച്ച് അവിടെ കാട് പോലെയായി അതിൻ്റെ അകത്തു നിന്നുള്ള ഫലങ്ങൾ മനുഷ്യർക്ക് തിന്നാൻ പാകത്തിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ തണലിൽ മനുഷ്യർക്ക് ഇരിക്കാൻ പാകത്തിൽ ഉണ്ടാവണം എന്നുള്ള മനസ്സിൻ്റെ ദൃഢവിശ്വാസം കൊണ്ടാണ് അയാളത് ചെയ്തത്. വർഷങ്ങൾ കഴിഞ്ഞ് അവിടെ മരങ്ങളും ആയി, അതിൽ കനികളും ഉണ്ടായി, ജനങ്ങൾക്ക് മുഴുവനും അത് ഭക്ഷണം കഴിക്കാനും പറ്റി. പക്ഷേ ഇത് കാണാൻ ഇവരുണ്ടായിരുന്നില്ലെന്നാണ് സത്യം. ഇതുപോലെ തന്നെയാണ് ഇതിൽ നല്ല വാക്ക് നല്ല വൃക്ഷം. പ്രിയമുള്ളവരെ, ഇതുപോലെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രബോധനം തുടങ്ങാൻ നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ആൾബലമോ സമ്പത്തോ ഒന്നുമില്ല. ആകെ ഉള്ളത് തൗഹീദ്, അള്ളാഹുവിൻ്റെ തൗഹീദ് പറയുക എന്നതാണ്. ഈ മക്ക മുശ്രിക്കുകളുടെ പ്രമാണികളുടെ മുമ്പിൽ അദ്ദേഹം പോയി ഇത് പറയുമ്പോൾ ഇവരെ റസൂലിനെ കളിയാക്കുകയും കുറേ കുറ്റപ്പെടുത്തലൊക്കെ ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തളർന്നില്ല. വിശ്വാസികളുടെ ഹൃദയത്തിലേക്കാണ് ആ വിത്ത് ഇട്ടുകൊടുത്തത്. അന്നിട്ട് ആ വിത്താണ് ഇന്ന് മുളച്ച് പന്തലിച്ച് ഇസ്ലാം എന്ന പടവൃക്ഷമുണ്ടായത്. ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കൊടുക്കുന്ന നല്ല വാക്കാണ് നല്ല വിത്ത്. അത് നല്ല മനസ്സിൽ ചെന്നാലേ അത് പടർന്ന് പന്തലിക്കുകയുള്ളൂ. മനുഷ്യർ അങ്ങനെയാണ്. ചിലപ്പോൾ അത് ഫലങ്ങൾ ഉണ്ടാവാൻ കുറച്ച് താമസിക്കും, ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ഈ പെട്ടെന്ന് ഉണ്ടായ ഫലമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുപോലെ വൈകി ഉണ്ടായ ഒരു ഫലമാണ് ഉമർ റളിയല്ലാഹു അൻഹു. അതുപോലെയാണ് നമ്മൾ പ്രബോധനം ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഇസ്ലാമിലേക്ക് വരണമെന്നില്ല. സാവധാനം ക്ഷമയോടുകൂടി നമ്മൾ കാത്തിരിക്കണം. നല്ല വാക്ക് നല്ല വൃക്ഷം ഉണ്ടാവുക തന്നെ ചെയ്യും. അസ്സലാമു അലൈക്കും.